വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ യുഡിഎഫിലെ പ്രബല ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും ഇത്തവണയും വേണമെന്ന കർക്കശമായ നിലപാടാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ മോൻസ് ജോസഫ് നടത്തിയ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സീറ്റ് വിഭജനത്തിലെ അവകാശവാദം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് 10 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇത്തവണയും ആ 10 സീറ്റുകളിലും മത്സരിക്കാനുള്ള അർഹത തങ്ങൾക്കുണ്ടെന്നാണ് പാർട്ടിയുടെ പക്ഷം. കേവലം സീറ്റുകൾ ആവശ്യപ്പെടുക മാത്രമല്ല, മറിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംഘടനാ അടിത്തറ ശക്തമാണെന്നും അതിനാൽ അധിക സീറ്റുകൾ ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് മോൻസ് ജോസഫ് വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ മധ്യ തിരുവിതാംകൂറിലും ഇതര ജില്ലകളിലും പാർട്ടിക്കുണ്ടായ സ്വാധീനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പിടിവാശി പാർട്ടി കാണിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ജയസാധ്യതയാണ് പ്രധാനമെന്നും മുന്നണിക്ക് ഗുണകരമാകുമെങ്കിൽ കോൺഗ്രസുമായി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണെന്നുമുള്ള നിലപാട് പാർട്ടിയുടെ പ്രായോഗിക രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾ പാർട്ടിയുടെ കരുത്തനായ നേതാവ് മോൻസ് ജോസഫ് കടുത്തുരുത്തി മണ്ഡലത്തിൽ തന്നെ വീണ്ടും ജനവിധി തേടുമെന്നത് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ കൊടുങ്കാറ്റിലും കടുത്തുരുത്തി നിലനിർത്താൻ മോൻസ് ജോസഫിന് സാധിച്ചിരുന്നു. മണ്ഡലം നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തം പാർട്ടി തന്നെ ഏൽപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം തൊടുപുഴ മണ്ഡലമാണ്. പി.ജെ. ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ മകൻ അബു ജോൺ ജോസഫ് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മോൻസ് ജോസഫ് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിലും അബുവിന്റെ സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞതുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പി.ജെ. ജോസഫിന്റെ തീരുമാനം അന്തിമമായിരിക്കും. അതോടൊപ്പം പി.ജെ. ജോസഫ് രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു. ഇത് പാർട്ടിക്കുള്ളിലെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇടുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വെറും 2 സീറ്റുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. ഈ മോശം പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മോൻസ് ജോസഫ് വ്യക്തമായ മറുപടി നൽകി. തോൽവിക്ക് കാരണം പാർട്ടിയുടെയോ മുന്നണിയുടെയോ പിഴവല്ല, മറിച്ച് ഇടതുമുന്നണി പ്രയോഗിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ജനങ്ങൾ വീണുപോയതാണ്. ഭരണ തുടർച്ചയ്ക്കായി LDF നടത്തിയ പ്രചാരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്ന് കേരളത്തിലുള്ളതെന്നും പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരവും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഇത്തവണ UDFന് അനുകൂലമാകുമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടൽ. LDFന്റെ തന്ത്രങ്ങൾ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കില്ലെന്നും വോട്ടർമാർ സത്യം തിരിച്ചറിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മുന്നണി മര്യാദയും സംഘടനാ ശക്തിയും UDFനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് മോൻസ് ജോസഫ് ആവർത്തിച്ചു. മുന്നണിക്ക് ദോഷകരമായ ചർച്ചകളിലേക്കോ വിവാദങ്ങളിലേക്കോ കേരള കോൺഗ്രസ് പോകില്ല. എന്നാൽ തങ്ങളുടെ അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങാൻ പാർട്ടിക്കറിയാം. താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ പാർട്ടി സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ, കടുത്തുരുത്തി, തൊടുപുഴ തുടങ്ങി പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്നും അണികൾ ജോസഫ് വിഭാഗത്തിലേക്ക് വരുന്നുണ്ടെന്ന അവകാശവാദവും പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വളരെ വ്യക്തമായ പ്ലാനുകളോടെയാണ് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. 10 സീറ്റുകൾ എന്ന ലക്ഷ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ UDFന്റെ കെട്ടുറപ്പ് കാത്തുസൂക്ഷിക്കണമെന്ന ബോധ്യവും അവർക്കുണ്ട്. മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യുവനിരയും പി.ജെ. ജോസഫിന്റെ അനുഭവ സമ്പത്തും ഒത്തുചേരുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. വരും ദിവസങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ UDFൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എത്രത്തോളം നിർണായകമാകുമെന്ന് കണ്ടറിയാം.